ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്, അവക്കാഡ പുഡിങ്. അതിനുള്ള സാധനങ്ങൾ: 2 അവക്കാഡ, 1 കപ്പ് പാല്, മിൽക്ക് മെയ്ഡ്, 1 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് ചൈന ഗ്രാസ്. ഇത് ഒരു 5 മിനിറ്റ് മുന്നേ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതാണ് ചൈന ഗ്രാസ്. ഇത് ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഉരുക്കാൻ വെക്കുക. ഇനി ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെച്ചതാണ്. ഇത് നന്നായി ഈ ചൈന ഗ്രാസ് ഇതിൽ ഉരുക്കി പോകണം. ഇത് നന്നായി അലിഞ്ഞ് ചേരണം. ചൈന ഗ്രാസ് നല്ലോണം അലിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമ്മൾ 1 കപ്പ് പാല് ഇതിലൊഴിച്ച് തിളപ്പിക്കുക. പാല് തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ അവക്കാഡ ജ്യൂസാക്കി എടുക്കുക. അതിൻ്റെ കുരുവും തോടും കളഞ്ഞിട്ട് അത് റെഡിയാക്കി എടുക്കുക. നല്ല പഴുത്ത അവക്കാഡ വേണം, എന്നെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല പഴുത്തതാണ്, നന്നായി പഴുത്തതാണ്. ഈ പഞ്ചസാരയിൽ നിന്ന് പകുതി ഇതിലിട്ട്, പകുതി പഞ്ചസാര പാലിലും പകുതി പഞ്ചസാര അവക്കാഡയിലും. എന്നിട്ട് അവക്കാഡ നമ്മൾ നന്നായി ഒന്ന് അരക്കുക, ജ്യൂസാക്കുക. ഇനി ഈ പാലിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം. ഇത് കൂടുതൽ മധുരം വേണമെങ്കിൽ 1 കപ്പ് ഒഴിക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബട്ടർ ഫ്രൂട്ട് അടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ തീരെ കഷ്ണമൊന്നും പാടില്ല, കഷ്ണമൊന്നും ഉണ്ടാവില്ല. അരച്ചാൽ തന്നെ നന്നായി അരഞ്ഞു പോകും. ഇതിലിട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ആക്കണം. ഇതിലിത് അവക്കാഡ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കട്ടിയുണ്ടെങ്കിൽ ലേശം വെള്ള പാല എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. കട്ട ഉണ്ടാവും എന്തായാലും. നന്നായിട്ട് പാലിൽ ഒഴിച്ചതിൻ്റെ ശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് കട്ടൊക്കെ ഉടച്ചെടുക്കണം, കലക്കിയെടുക്കണം നന്നായിട്ട്. എന്നെങ്കിലേ കട്ട പോവുള്ളൂ. നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ നമ്മളെ പുഡിങ് പാകമായി വരണ തിളച്ചാൽ നമ്മൾക്ക് ഇറക്കാം. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും അവക്കാഡ ജ്യൂസും ചൈന ഗ്രാസും എല്ലാതും ഉണ്ട് ഇതിൽ. എല്ലാതും ഒന്നിച്ചിട്ടാക്കുക. ആദ്യം വേറെ ആയിട്ട് ഉരുക്കി തിളപ്പിക്കുകയൊക്കെ ചെയ്യുക. പാല് വേറെ തിളപ്പിക്കുക, ചൈന ഗ്രാസ് വേറെ തിളപ്പിക്കുക. എന്നിട്ട് എല്ലാതും മിക്സ് ആക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം കുറവുള്ളവർക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും കുറച്ച് ചേർത്താൽ മതി. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിള വന്നാൽ ഇറക്കുക. അതിപ്പോൾ തിളച്ച് റെഡിയായത് നമ്മൾ ഇറക്കണം. ഇത് ലേശം അണ്ടിപ്പരിപ്പും ബദാമുമാണ്. ഇതിന് കണക്കൊന്നുമില്ല. ഇത് ഈ പുഡിങ് ഒഴിച്ചാൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇതിപ്പോൾ റെഡിയായി. ഇത് ഈ പാത്രത്തിൽ ഒഴിക്കുക. അറിയതിന് ശേഷം നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റായതിൻ്റെ ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം.